ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്കൈ വാച്ചിങ്ങിനെ കുറിച്ചും സ്റ്റാർസ് വാച്ചിങ്ങിനെ കുറിച്ചുമൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം എന്താണെന്ന്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം. നോക്കാം അടുത്ത് നമുക്ക് എന്തോന്നിനെ കുറിച്ചാണ് പഠിക്കാനുള്ളതെന്ന്. നമുക്കടുത്ത് പഠിക്കാനുള്ളത് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോളാർ സിസ്റ്റം ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ തന്നെ എല്ലാ പ്ലാനറ്റ്സിനെ കുറിച്ചും തന്നിട്ടുണ്ട്. പ്ലാനറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിനെക്കുറിച്ചെല്ലാം തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. നോക്ക് ഏതൊക്കെ: സൺ, മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ്. ഈ 8 പ്ലാനറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? സൂര്യൻ കഴിഞ്ഞ് ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വേഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇതിൻ്റെ ഈ പ്ലാനറ്റ്സിൻ്റെ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അടുത്ത് നോക്കാം എന്താണെന്ന്. ലൈക്ക് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ദ പാത്ത് ഓഫ് ദ സെൽസ്റ്റിയൽ ബോഡി ഈസ് കാൾഡ് ദ ഓർബിറ്റ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്റെ കാര്യം, നമ്മൾ മൂണിന്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. മൂൺ ആരെ ചുറ്റുന്നുണ്ട്? ഭൂമിയെ ചുറ്റുന്നു. അതുപോലെ തന്നെ ഓരോ പ്ലാനറ്റ്സും ആരെ ചുറ്റുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. നമുക്ക് ഈ സോളാർ സിസ്റ്റം നോക്കിയാൽ ഇത് സൂര്യൻ. ഈ സൂര്യനെ ചുറ്റി എല്ലാ പ്ലാനറ്റ്സും ഈ സൂര്യനെ ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. ഈ ചുറ്റി വരുമ്പോഴത്തേക്ക് അവയ്ക്ക് ഓരോന്നിനും ഓരോ പാത്തുണ്ട്, ഓരോ പാത, വഴി. ഇവിടെ വരച്ചിരിക്കുന്ന വേണ്ട, അത് അതിൻ്റെതായ ആ പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ പാത്തിനാണ് എന്തോന്ന് പറയുന്നത്? ആ സഞ്ചാരപാതയ്ക്കാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തോന്നാണ് ഓർബിറ്റ്? ദ പാത്ത് ഓഫ് ദ സെൽസ്റ്റിയൽ ബോഡി ഈസ് കാൾഡ് ഓർബിറ്റ്. ദ പാത്ത് ഓഫ് ദ സെൽസ്റ്റിയൽ ബോഡി ഈസ് കാൾഡ് ഓർബിറ്റ്. ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് എന്തോന്ന് പറയുന്നത്? പരിക്രമണ പഥം എന്ന് പറയുന്നത്. എന്താണ്? ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഓർബിറ്റ് എന്ന്? 8 പ്ലാനറ്റ്സിന്റെ പേരുകൾ നിങ്ങൾ മനസ്സിലാക്കിയോ? ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ, ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡി. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. വാട്ട് ഈസ് സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ, പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ്. സൂര്യനും ഗ്രഹങ്ങളും, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. The sun, the planets around the sun, satellite and many other celestial bodies are called solar system. എത്ര ഗ്രഹങ്ങളുണ്ട്? How many planets are there in solar system? എത്ര planets ഉണ്ട്? 8 planets ഉണ്ട്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, എത്ര സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വേഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഈ 8 പ്ലാനറ്റ്സ് പഠിക്കണം. ഇതിൽ ഓർബിറ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. എന്താണ് സോളാർ സിസ്റ്റം എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഈ ഒരു പേര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം എന്താണെന്നുള്ളത്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് ദ വിച്ച് പ്ലാനറ്റ്സ് ഡസ് ദ എർത്ത് ഓർബിറ്റ് ലൈ. ഇവിടെ ഒന്ന്
കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ പരിക്രമണ പഥത്തിന്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പാതകൾക്കിടയിലാണ്? ഏതിൻ്റെയൊക്കെ? ശുക്രന്റെയും ചൊവ്വയുടെയും വീനസിന്റെയും മാർസിനും ഇടയ്ക്കാണ് ഭൂമി വരുന്നത്. Make model of the sun, the earth and the moon are seen in the picture. The movement of the model of ചിത്രത്തിൽ കാണുന്നത് പോലെ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ മാതൃക ഉണ്ടാക്കി അവയുടെ ചലനം അവതരിപ്പിക്കൂ. നോക്കാം. അത് നിങ്ങൾക്കൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുക. അടുത്ത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് നോക്കാം. ലെറ്റ്സ് പ്ലേ എ ഗെയിം. ഒരു ഗെയിം ആയിട്ട് പറയാണ്. എ ബ്ലൈൻഡ് ഫോൾഡർ പേഴ്സൺ ഷുഡ് റീച്ച് അറ്റ് എ predetermined place in the classroom. First, try to reach that place without anyone's help. At the next stage, he can follow the instruction of a helper. When was it possible to reach the target easily? അതായത് എന്തോന്നാണ്, കണ്ണുകെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി. ആദ്യം ആരുടെയും സഹായമില്ലാതെ ലക്ഷ്യത്തിൽ എത്താൻ ശ്രമിക്കണം. അടുത്ത ഘട്ടത്തിൽ ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം. എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എപ്പോഴാണ്? എപ്പോഴായിരിക്കും ഒരു സഹായിയുടെ സഹായം കിട്ടുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് എത്താൻ കഴിയുന്നത്, അല്ലേ? എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ക്യാമറാസ് ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് created by humans have been sent to the space. They constantly revolve around the earth. These human-made vehicles are called artificial satellite. അതായത് ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച് ആകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ, അവയ്ക്കാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമ്മളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ ആകാശത്ത് നിക്ഷേപിക്കുന്നത്. നമ്മളിപ്പോൾ TV കാണുന്ന Imagine an object orbiting the Earth. We can take pictures of the Earth with a camera attached to that object. Look at the picture taken that way. അതായത് ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കാം. അതിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചാൽ ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാമല്ലോ. ആ രീതിയിൽ എടുത്ത ചിത്രമാണ് ഇതുപോലെ ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന ഒരു ക്യാമറ ഫിറ്റ് ചെയ്താൽ അപ്പോൾ ഭൂമി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെയൊക്കെ പ്രവർത്തനമാണ്. ഓക്കെ, കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ്, ഒന്നുകൂടെ പറയാം. മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ക്യാമറ ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഹാവ് ബീൻ സെൻഡ് ടു ദ സ്പേസ്. They constantly revolve around the earth. These human-made devices are called ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എന്താണ്? ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച് ആകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾക്കാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. Such artificial satellites provide services like GPS, global system. They enable us to view the satellite images of your house, school and other places using mobile phones or computers. അപ്പോൾ എന്താണ്, ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങൾ GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാണ്. അതായത് നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ കാണാൻ ആകും. ഓക്കെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്താണെന്നുള്ളത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കാം എന്താണെന്നുള്ളത്. വാട്ട് ആർ സം അതർ സർവീസസ് ദാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് പ്രൊവൈഡ്?
കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് ചിത്രം നിരീക്ഷിച്ച് എഴുതാനാണ്. ഇവിടെ 2 തന്നിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സയന്റിഫിക് എക്സ്പെഡിഷൻസ്, ശാസ്ത്ര പരിവേഷണങ്ങൾ, നാവിഗേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, വിദൂര സംവാദനം, പ്രതിരോധ ഡിഫൻസ്, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലുകളും രേഖപ്പെടുത്തലുകളും, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്. നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നു. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ സേവനങ്ങളാണ്. ബാക്കി എന്തെന്നൊക്കെ നോക്കാം അടുത്ത ഇതിലുണ്ട്. എന്തൊക്കെ? വെതർ ഫോർകാസ്റ്റിംഗ്, നാവിഗേഷൻ, റിമോട്ട് സെൻസിങ്, സയന്റിഫിക് എക്സ്പെഡിഷൻസ്, ദ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്, ഡിഫൻസ്. ഏതൊക്കെ? വാർത്താവിനിമയം, GPS, കാലാവസ്ഥാ പ്രവചനം, ഗതി നിർണയം, വിദൂര സംവേദനം, ശാസ്ത്ര പരിവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലുകളും രേഖപ്പെടുത്തലുകളും, പ്രതിരോധം. ഇതെല്ലാം കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങളാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനുള്ളതാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെ? ഇൻസാറ്റ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എഡ്യൂസാറ്റ്, എഡ്യൂക്കേഷൻ, IRNSS, നാവിഗേഷൻ, കാർട്ടോസാറ്റ്, ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ആസ്ട്രോസാറ്റ്, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്, GSAT 7, എമിസാറ്റ് ഡിഫൻസ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പ്രൈമറി പർപ്പസും കൃത്രിമ ഉപഗ്രഹങ്ങളോ അവയുടെ പ്രധാന ഉപയോഗങ്ങളുമാണ്. ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്രം, GSAT 7 എമിസാറ്റ് പ്രതിരോധം. ഓക്കെ, അടുത്ത നോക്കാം. ദ ഇന്ത്യൻ നാഷണൽ നാവിഗേഷൻ സെറ്റിൽമെന്റ് സിസ്റ്റം IRNSS is an indigenous regional satellite navigation system developed by India. It is equivalent to GPS or global പൊസിഷനിങ് സിസ്റ്റം. അതായത് നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഏത്? IRNSS. IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. GPS-ന് സമാനമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഏത്? IRNSS. ഓക്കെ, ഇന്ത്യ. അടുത്തത് നമുക്ക് റോക്കറ്റുകളെ കുറിച്ചാണ്. റോക്കറ്റ്സ്. ഹൗ ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ടു ദ സ്പേസ്? അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഒക്കെ നമ്മളിപ്പോൾ ആകാശത്ത് വിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ് വിക്ഷേപിക്കുന്നത്? അപ്പോൾ അതിനെന്താണ് ആയിട്ടുള്ളത്? എങ്ങനെയായിരിക്കും ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്? നമുക്കൊരു പത്രവാർത്ത തന്നിട്ടുണ്ട്. സാറ്റലൈറ്റ് ലോഞ്ച്, ഉപഗ്രഹ വിക്ഷേപണം, May 29. Bangalore. The launch of a navigational satellite indigenous developed by our country will take place on May 29. The satellite will be placed into its orbit using GSLV F-12. It will be raised to its orbit by the rocket in 18 minutes. എന്താണ്? തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം എപ്പോൾ നടന്നു? May 29 നടക്കും. GSLV-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 18 മിനിറ്റ് കൊണ്ട് എത്തിക്കണമെങ്കിൽ എന്തോരം സ്പീഡ് ഉണ്ടാവും ആ റോക്കറ്റിന്.
അപ്പോൾ നമ്മൾ സാധാരണ ഈ എന്തോന്നാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളൊക്കെ നിക്ഷേപിക്കുന്നത് ഏത് വഴിയാണ്? റോക്കറ്റുകൾ വഴിയാണ്. ഈ ISROയുടെ കീഴിൽ തന്നെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. റോക്കറ്റ് വിക്ഷേപിക്കുന്നത് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്ന് പറയുന്നത്. എന്തെന്നാണ്? നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഫോർ ദ കൺട്രി. മറ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്. കളക്ട് ദ നെയിംസ് ഓഫ് സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതർ കൺട്രീസ്. USA നാസ, യൂറോപ്പ് ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ ജാസ ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻസ് ഏജൻസി, റഷ്യയുടെ റോസ്കോസ്മോസ്, ചൈനയുടെ CNSA ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഏതൊക്കെ? USA നാസ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, യൂറോപ്പിൻ്റെ ESA യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, ജപ്പാന്റെ JXA ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, റഷ്യ റോസ്കോസ്മോസ്, ചൈന CNSA ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അത് ഓർത്തു വച്ചിരിക്കുക. അടുത്ത് നോക്കാം എന്താണ് അവർ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്. അപ്പോൾ ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന്. ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ് ഈസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ്. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെന്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് ഗിവൺ വിൽ. അതായത് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ടാവും അല്ലേ? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. India's first rocket launching station, established on 21st November 1963. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1963 നവംബർ 21 സ്ഥാപിതമായി. ഇതാണ് തുമ്പ റോക്കറ്റ് നിക്ഷേപണ കേന്ദ്രം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം 1963 നവംബർ 21 സ്ഥാപിതമായി. ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം. തുമ്പ ഇക്വേറ്ററിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1972 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി. ഓക്കെ, അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ഇവിടെ ആന്ധ്രാപ്രദേശിലെ. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1971. There are 2 launch pads. Now India's satellite launches are taking place here. Being closer to the equator gives it extra centripetal force that helps launch satellites. The Satish Dhawan Space Center was named in 2002 in memory of Satish Dhawan. അപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. ഭൂമധ്യ രേഖയ്ക്ക് അടുത്ത് വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അധിക കേന്ദ്രീകൃത ബലം ലഭിക്കും. സതീഷ് ധവാന്റെ ഓർമ്മയ്ക്കായി 2002 സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് നൽകി. ഓക്കെ, അത് രണ്ടും പഠിക്കാനുള്ളതാണ്. അടുത്ത് വിക്രം സാരാഭായെ കുറിച്ചാണ്. വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. അപ്പോൾ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ്. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ്
indigenous space technologies, recognizing his contributors. Vikram Sarabhai Space Center in Thiruvananthapuram and the lunar lander of the Chandrayaan mission are named after him. അപ്പോൾ വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരം ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാറ്ററിന് വിക്രം എന്നും പേര് നൽകിയത്. ഓക്കെ, അടുത്ത് നോക്കാം സതീഷ് ധവാനെ കുറിച്ച്. സതീഷ് ധവാൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO. ISROയുടെ ചെയർമാൻ ആയിരുന്നു. ഹി ടുക്ക് ദ ലീഡർഷിപ്പ് റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യാസ് യൂണിക് സ്പേസ് ടെക്നോളജീസ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട ഈസ് നെയിംഡ് സോ ഇൻ മെമ്മറി ഓഫ് ഹിം. അപ്പോൾ ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയ്ക്ക് ശ്രീഹരിക്കോട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയത്. ഓക്കെ, അടുത്ത ചാന്ദ്രയാത്രകൾ. വോയേജ് ഓഫ് ടു ദ മൂൺ. The desire to reach the moon, Earth's nearest celestial body, was a long-standing aspiration of the humanity. This dream was realized on July 21, 1969. This was the result of continuous research since 1960 in NASA's Apollo 11 lunar exploration module. Astronauts Neil Armstrong and Edwin Aldrin first landed on the moon. Michael Collins was the pilot of the spacecraft which took them the moon. എന്താണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 2 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആയിരുന്നു ആ പേടകം നിയന്ത്രിച്ചിരുന്നത്. ഓക്കെ, അടുത്ത് ദ സ്പേസ് വീക്ക്, ബഹിരാകാശ വാരം. സ്പുട്നിക് ഫസ്റ്റ് ലോഞ്ച്ഡ് ബൈ ദ സോവിയറ്റ് യൂണിയൻ ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതായിരുന്നു? സ്പുട്നിക് ഫസ്റ്റ്. ഓക്കെ, the beginning of the space age is marked by the launch of October 4, 1957. The International Space Week is observed annually of October 4 to 10. It's observed to commemorate the launch of Sputnik and the signing of the International Outer Space Treaty to use outer space only for the peaceful purpose on October 10, 1967. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ നിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ നിക്ഷേപിച്ച സ്പുട്നിക് 1 ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? സ്പുട്നിക് 1. അത് പഠിച്ചു വെക്കുക.
അടുത്തത് ഇന്ത്യാസ് ലൂണർ മിഷൻ കണ്ടക്ട്സ് explorations missions in the name Chandrayaan. Chandrayaan first നോക്ക്. Chandrayaan first is the first lunar exploration mission of our nation. നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര പരിവേഷണ പേടകമായിരുന്നു ചാന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. It was launched on October 22, 2008 from ശ്രീഹരിക്കോട്ട. എപ്പോഴായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത്? ഒക്ടോബർ 22, 2008 ഒക്ടോബർ 22-ന് ശ്രീഹരിക്കോട്ടയിലാണ് വിക്ഷേപിച്ചത്. ഇറ്റ് enters the moon's orbit at a altitude of 100 kilometers and conducted study of the lunar surface. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ ചന്ദ്രനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ ഈ ചന്ദ്രയാൻ 1 നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്തോന്നാണ്? ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ is India's second lunar exploration mission launched in July 22, 2019 ജൂലൈ 22-ന് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ പേടകമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചു. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. Its goal was to study the features of rocks and soil on the lunar surface. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ ഫസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ല. ചന്ദ്രയാൻ സെക്കൻഡ് അത് ചന്ദ്രനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ചതാണ്. അപ്പോൾ ചന്ദ്രയാൻ ഫസ്റ്റ്, ചന്ദ്രയാൻ സെക്കൻഡ് മനസ്സിലായല്ലോ. അടുത്ത് ചന്ദ്രയാൻ 3. Chandrayaan 3 is the first mission to land the south pole of the moon. It was launched on July 14, 2023. It landed on the lunar surface on August 23, 2023. The rover separated from it, roamed on the lunar surface and conducted experiments. അപ്പോൾ ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇത് 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചു. 2023 ആഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ചന്ദ്രയാൻ 3. അപ്പോൾ ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ? ചന്ദ്രയാൻ ഫസ്റ്റ്, ചന്ദ്രയാൻ സെക്കൻഡ്, ചന്ദ്രയാൻ 3 3 പേടകങ്ങൾ വിക്ഷേപിച്ചു. ഓക്കെ, അടുത്ത് അതർ ഇന്ത്യൻ പ്രോജക്റ്റ്. നമ്മുടെ മറ്റുള്ള ഇന്ത്യൻ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന്. ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാനും നമുക്ക് പദ്ധതികൾ ഉണ്ട്. 1 മംഗൾയാൻ. മംഗൾയാൻ എന്ന് പറയുന്നത് എന്തോന്നാണ്? മാസ് എക്സ്പെഡിഷൻ, ചൊവ്വ പരിവേഷണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആദിത്യ L1 എന്തോന്നാണ്? സോളാർ എക്സ്പെഡിഷൻ, സൗര പരിവേഷണത്തിന് വേണ്ടിയിട്ടുള്ളത്. ആദ്യത്തത് മാസ് ചൊവ്വ പര്യവേഷണത്തിനുള്ളത്. ഇനി അടുത്ത് ഗഗൻയാൻ എന്തോന്നാണ്? സ്പേസ് എക്സ്പെഡിഷൻ, ബഹിരാകാശ പരിവേഷണം. അപ്പൊ ഏതൊക്കെ? മാസ് എക്സ്പെഡിഷൻ, സോളാർ എക്സ്പെഡിഷൻ, സ്പേസ് എക്സ്പെഡിഷൻ. മംഗൾയാൻ, ആദിത്യ L1, ഗംഗയാൻ. ഓക്കെ, അടുത്ത് നോക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സും കൂടെ നോക്കാം. ലെറ്റേഴ്സിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതും കൂടെ നമുക്ക് നോക്കാം. ഹിയർ ആർ സം കീ മൈൽസ്റ്റോൺസ് ഓഫ് ഇന്ത്യ സ്പേസ് എക്സ്പ്ലോറേഷൻസ്. റീഅറേഞ്ച് ദം ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവയ്പ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ബന്ധപ്പെട്ട വർഷങ്ങൾ രേഖപ്പെടുത്തി ഇവ ക്രമത്തിൽ എഴുതാനാണ്. ലോഞ്ച് ഓഫ് മംഗൾയാൻ എപ്പോഴായിരുന്നു? 1969 ആഗസ്റ്റ് 15. ലോഞ്ച് ഓഫ് ഇൻസാറ്റ് ഫസ്റ്റ് 1975 ഏപ്രിൽ 19. ലോഞ്ച് ഓഫ് ആദിത്യ L1 1982 ഏപ്രിൽ 10. ISRO was established 2008
8 October 22. Launch of Chandrayaan-1 2030 November 5. Launch of Aryabhatta 2023 September 2. ഓക്കെ, മംഗൾയാൻ വിക്ഷേപിച്ചത് 1969 ഓഗസ്റ്റ് 15-നാണ്. ഇൻസാറ്റ് 1 വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19-ആണ്. ആദിത്യ എൽ വിക്ഷേപണം നടത്തിയത് 1982 ഏപ്രിൽ 10. ISRO നിലവിൽ വന്നത് 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2013 നവംബർ 5. ആര്യഭട്ട 1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. എർത്ത് സാറ്റലൈറ്റ് ഏതാണ്? എർത്തിന്റെ സാറ്റലൈറ്റ്, ഭൂമിയുടെ ഉപഗ്രഹം മൂൺ, ചന്ദ്രൻ, ഒന്നാമത്തെ ചന്ദ്രൻ. വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അടുത്ത് ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യുന്നത് റോക്കറ്റ്. സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് പ്ലാനറ്റ്സ് സാറ്റലൈറ്റ്. സെൽഫ് ഗ്ലോയിങ്, സ്വയം പ്രകാശിക്കുന്നത് സൺ. ഓക്കെ, ആദ്യ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ. കാലാവസ്ഥ പ്രവചനത്തിന് സഹായിക്കുന്നത് കൃത്രിമോപഗ്രഹങ്ങൾ. കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നത് റോക്കറ്റുകൾ. ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശവസ്തുക്കൾ ഏതാണ്? ഉപഗ്രഹങ്ങൾ. സ്വയം പ്രകാശിക്കുന്നത് ആരാണ്? സൂര്യൻ. ഓക്കെ, ഇത്രയാണ് ലെറ്റേഴ്സ് എസിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ നമ്മൾ പഠിച്ചതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.